എല്ലാം ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ. സത്യാവസ്ഥ എന്താണെന്നറിയാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിനക്കിപ്പോഴാണ് വിശ്വാസമാണല്ലേ? ആ വിശ്വാസം നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി. എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കിയിരിക്കും. അവൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങൾ ഹാളിലോട്ട് ചെല്ലേ. ആദ്യം വരനാണല്ലോ മണ്ഡപത്തിലിരിക്കേണ്ടത്, അല്ലേ? വരന്റെ കാല് കഴുകി മണ്ഡപത്തിലിരുത്തി കെട്ടിമേളം തുടങ്ങുമ്പോഴേക്കും വധു ഇങ്ങെത്തും. അത് മതി. ആ വിശ്വാ മോനെ, നീ ഇവരെയും കൂട്ടി നേരെ ഹാളിലോട്ട് ചെല്ലേ. ഇന്ദിര, ഓ ചെല്ലു മോനെ. ലളിതാമ്മ ചെന്നാട്ട്. അല്ല, പെണ്ണ് വരണ്ടെങ്ങനെയാ? മുത്തശ്ശി ഇനി വന്നേ. പത്മനാഭൻ സാറ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. വാ. ഞാൻ മോൻ ചെല്ല്. ആ ബിൽഡിംഗ് ഓണർ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥനാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തോ പ്രശ്നമുണ്ട്, അതുറപ്പാ. അതാ സിദ്ധു വീട് മാറിയത്. ആ ബിൽഡിങ്ങിന്റെ ആള് പറയും പോലെ സിദ്ധു ഫ്രോഡൊന്നുമല്ല. വീട് മാറുന്ന വിവരം ഡോക്ടർക്ക് അറുവിനോട് പറയാറുന്നല്ലോ. അതെന്തുകൊണ്ടാ പറയാറുന്നത്? ഞാൻ പേടിക്കുന്ന കരുതിയിട്ടാവും, വിഷമിക്കുന്ന ഓർത്തിട്ടാവും. സിദ്ധു ഫോണൊന്നും എടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴും സ്വിച്ച് ഓഫാ. നാട്ടിൽ പാക പ്രശ്നമായിട്ടുണ്ടാവും. കല്യാണ പെണ്ണിനെ കാണാതെ എല്ലാരും നെട്ടോട്ടത്തിലുമായിരിക്കും. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും അമ്മാവൻ. അവിടെ എന്തോ ആയിക്കോട്ടെ, അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ ഇടയ്ക്ക് എന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ നാട്ടിലെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. സിദ്ധു വരും അല്ലേ ഗിരിയേട്ടാ? എന്റെ ആഗ്രഹം എന്താണെന്നറിയാൻ എന്റെ വീട്ടുകാർ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അതെങ്ങനെയാ? മനസ്സ് തുറന്നൊന്നും ആ വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ. അതൊരു തരം ജയിലല്ലേ? അനുവാദമില്ലാതെ ഒരു പക്ഷി പോലും ആ വീടിന്റെ മുകളിലൂടെ പറക്കാൻ പാടില്ലെന്നാണല്ലോ അച്ഛന്റെ കൽപ്പന. അത്രയ്ക്ക് പിടിവാശിക്കാരനായ അച്ഛനോട് ഞാൻ എങ്ങനെ എന്റെ ആഗ്രഹം പറയും? സിദ്ധുവിന്റെ കാര്യം അമ്മയോട് പറയാമായിരുന്നു, പക്ഷെ എന്ത് പ്രയോജനം? അമ്മയ്ക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ. സിദ്ധു ഒരു ചതിയനാണെന്ന് ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല ഗിരിയേട്ട, സിദ്ധു ഒരിക്കലും ആരെയും ചതിക്കില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ആളാണ് സിദ്ധു. സിദ്ധുവിന് ഒരിക്കലും എന്നെ ചതിക്കാനാവില്ല. അവൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല. എൻ്റെ ഒരു സംശയമാണ് അത്. ഇനി അമ്മാവനും നഗലിനും കൂടെ ഡോക്ടർ എന്തെങ്കിലും? അതിനൊരു സാധ്യതയില്ല. അച്ഛനും ചേട്ടനും സിദ്ധുവിനെ എങ്ങനെ അറിയാനാ? ഞാൻ അതിന് സിദ്ധുവിനെ കുറിച്ച് അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഗിരിയേട്ടനോട് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതിനുള്ള വഴിയില്ല. വീട്ടിലും ഇല്ല, ആശുപത്രിയിലും ഇല്ല. നമ്മളിനി എവിടെ പോയി തിരക്കാനാ ഡോക്ടറെ? സിദ്ധു ഇപ്പൊ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലോ? ഗിരിയേട്ടൻ വാ, നമുക്ക് ഒരിക്കൽ കൂടി അമ്പലത്തിലൊന്ന് പോയി നോക്കാം. എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാം. വാ ഗിരിയേട്ട. എന്റെ മോൾ ആടെ കൂടെ ഒളിച്ചോടുന്ന നിനക്ക് അറിയില്ലല്ലേ? അറിയില്ല. നിന്റെ ഈ അഭിനയം നിർത്താറായില്ലേ? സത്യമായിട്ടും എനിക്കറിയില്ല. കരുനീലിക്കാവൽ അമ്മയാണ്, ഞാൻ കള്ളം പറയുന്നതല്ല.
സ്വന്തം ആങ്ങളുടെ മോനെ മോളെ പ്രേമിക്കാനും ഒളിച്ചോടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവക്കൊന്നും അറിയില്ല പോലും. പപ്പേട്ട പപ്പേട്ടന് ഇതെന്താ പറഞ്ഞേ? ഏ, ഇനിയും എന്റെ മുന്നിൽ വേഷക്കെട്ടെടുത്താൽ ഇവിടെ വെച്ച് തീർത്തളെ ഞാൻ. പാറു പോയത് ഗിരിയുടെ കൂടെയാണെന്നാണോ പപ്പേട്ടൻ പറയുന്നത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഏ, നീ ഇത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ശരി, അവള് പോയത് ഗിരിയുടെ കൂടെ തന്നെയാ. പാറു എവിടേക്കാ പോയെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഗിരി ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. അവൻ ഇവിടെ എങ്ങുമില്ല. രാവിലെ മുതല് അവനെ ആരും കണ്ടിട്ടുമില്ല. മോളെ അനന്തരവനെ ഒരുമിച്ച് കാണാതായിരിക്കുന്നു. ഇനി കഥ ഞാൻ പറഞ്ഞു തരണം. ഗിരിയുടെ ജന്മം തീർന്നു. അവനെ ആ നായെ കുഴിച്ചു മൂടി ഞാൻ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവനെ ഉദകക്രിയ ചെയ്യും. എല്ലാം ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ. സത്യാവസ്ഥ എന്താണെന്നറിയാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിനക്ക് ഇപ്പോഴും അവന് വിശ്വാസമാണല്ലേ? ആ വിശ്വാസം നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി. എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കിയിരിക്കും. പെണ്ണെ, ഈ കണ്ണീരൊക്കെ തുറച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നോടൊപ്പം വാ. നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. പാറു എവിടെയെന്ന് ചോദിച്ചാ ഓള് ചായച്ചിട്ട് പോയെന്ന് കരുതി ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ പറ്റില്ലല്ലോ. നേരിടണം. എല്ലാം നേരിട്ടേ മതിയാവും. എന്തായാലും ആകം വേവുന്നത് പുറം അറിയണ്ട. സോമോട്ടാ, സോമോട്ടാ, ഗിരിയേട്ടൻ എവിടെ? എനിക്കറിയില്ല റാണി. കള്ളം പറയരുത്. ഞാൻ ഇവിടെ മുഴുവൻ ഗിരിയേട്ടനെ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. എവിടെ പോയിന്ന് ഒന്ന് പറയട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല റാണി. ഗിരിയേട്ടൻ എവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ സോമേട്ടനോട് പറയാതെ പോലെന്നുള്ള ഉറപ്പാ. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആ പിന്നൊരു കാര്യം, ജീവിതത്തിൽ ഇന്നേ വരെ 2 ലിറ്റർ പെട്രോളിൽ കൂടുതൽ അടിച്ചിട്ടില്ലാത്ത ഗിരിയേട്ടൻ ഇന്നലെ എന്നെ കൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടുപ്പിച്ചു.